Hello friends. KWA Overseer examine prepare ചെയ്യുന്ന കുട്ടികൾക്ക് പഠിക്കേണ്ട എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കോംപ്ലിമെൻ്ററി സപ്ലിമെൻ്ററി ആംഗിൾസ് അതേപോലെ സർക്കിൾസിൻ്റെ പല പോർഷൻസ് സെക്ടർ സെഗ്മെൻറ്റ് പോലുള്ള പോർഷൻസ് അതേപോലെ പോളിഗൺ അതിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആംഗിൾസ് എന്ന ടോപ്പിക് വെച്ച് തുടങ്ങാം. അപ്പോൾ എന്താണ് ആംഗിൾ? രണ്ട് പാരലൽ അല്ലാത്ത ലൈൻസ് തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഒരു ഇൻക്ലിനേഷനെയാണ് നമ്മൾ ആംഗിൾ എന്ന് വിളിക്കുന്നത്. ആംഗിൾ ഇസ് ദ ഇൻക്ലിനേഷൻ ബിറ്റ്വീൻ ടു സ്ട്രേറ്റ് ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഓർ മീറ്റ് വെൻ എക്സ്റ്റെൻഡ്. അപ്പോൾ ഈ ആംഗിൾസ് തന്നെ ഫോം ചെയ്യുന്ന ഈ ആംഗിളിൻ്റെ ബേസിസിൽ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. 90 ഡിഗ്രിയിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കുന്നു. 90യേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ആംഗിൾ ഫോം ചെയ്താണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വിളിക്കുന്നു. 90യേക്കാൾ ചെറിയ വാല്യൂയിലുള്ള ഒരു ആംഗിൾ ഫോം ചെയ്താണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് വിളിക്കും. ഇനി രണ്ട് ആംഗിൾസ് ഇങ്ങനെ ഫോം ചെയ്ത ഒരു ലൈനിൻ്റെ അപ്പുറത്തിപ്പുറത്തായിട്ട് ഫോം ചെയ്ത രണ്ട് ആംഗിൾസിൻ്റെ സം എടുക്കുമ്പോൾ അത് 90 ഡിഗ്രി ഫോം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുവാണെങ്കിൽ രണ്ട് ആംഗിൾസ് ഉണ്ട് ഇവിടെ, എയും ബിയും. ഇവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. ഇനി മറ്റൊരു ടേമാണ് സപ്ലിമെൻ്ററി ആംഗിൾസ്. രണ്ട് ആംഗിൾസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആംഗിൾസിനെ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വിളിക്കും. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ ആംഗിൾ എയും ബിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി നമുക്ക് ഫോം ചെയ്യും. അപ്പം ഇതിനെയാണ് നമ്മൾ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ കോംപ്ലിമെൻ്ററിയും സപ്ലിമെൻ്ററി ആംഗിൾസും. ഇപ്പോൾ സമ്മ് 90 ആണെങ്കിൽ കോംപ്ലിമെൻ്ററിയും സമ്മ് 180 ആണെങ്കിൽ അതിനെ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വിളിക്കുന്നു. ഇനി ട്രയാങ്കിൾ എന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ബേസ്ഡ് ഓൺ ദ സൈഡ്സ് ആൻഡ് ആംഗിൾസ്. അപ്പം നമുക്ക് ആദ്യം സൈഡ്സിൻ്റെ വെച്ച് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ബേസിക്കലി പറയുമ്പോൾ ട്രയാങ്കിൾ ഇസ് എ പ്ലെയിൻ ഫിഗർ വിച്ച് ഹാസ് 3 സൈഡ്സ്. 3 സൈഡോട് കൂടി ഉള്ള ഒരു പ്ലെയിൻ ഫിഗറാണ് ട്രയാങ്കിൾ. ഇനി 3 സൈഡ്സും ഈക്വൽ ആണ് എങ്കിൽ അതിനെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കും. അതിന് 3 ഈക്വൽ സൈഡ്സ് ആണ് ഉള്ളത്. 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിനെ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. ഒരു സൈഡും ഈക്വൽ അല്ല എങ്കിൽ, അതായത് 3 സൈസിലാണ് എങ്കിൽ നമ്മൾ അതിനെ സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഇനി ആംഗിൾസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 3 ആംഗിൾസും 90 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ അതിനെ അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഇനി ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അങ്ങനത്തെ ട്രയാങ്കിളിനെ റൈറ്റ് ട്രയാങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രിയിൽ കൂടുതലുണ്ട് എങ്കിൽ അതിനെ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ പഠിച്ചു, ഐസോസിലസും സ്കെയിലിൻ ട്രയാങ്കിൾസും പഠിച്ചു ബേസ്ഡ് ഓൺ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. ഇനി ബേസ്ഡ് ഓൺ ദ ആംഗിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്: അക്യൂട്ട് ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. ഇനി നമുക്ക് സർക്കിൾസ് എന്ന ടോപ്പിക്കിലേക്ക് വരാം. ഇപ്പോൾ സർക്കിൾസിൽ നമുക്കറിയാം വാട്ട് ഇസ് എ സർക്കിൾ. Circle is a plane formed by the locus of a point which moves so that it is always at a fixed distance from a stationary point called the center. സെൻറ്റർ എന്ന് പറയുന്ന സെൻറ്റർ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യുന്ന പോയിന്റ്സിൻ്റെ ഒരു ലോക്കസ്, അതിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ സർക്കിളിൻ്റെ പല പാർട്സ് ഉണ്ട്. ആദ്യത്തേത് ആർക്ക്. A part of the circle between any 2 points on the circumference or periphery is called an arc. ഇപ്പോൾ സർക്കിളിൻ്റെ ഔട്ട്സൈഡ് സർക്കംഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ പെരിഫറിയിലുള്ള 2 പോയിന്റ്സ് തമ്മിലുള്ള ആ ഒരു കർവിനെയാണ് നമ്മൾ ആർക്ക് എന്ന് വിളിക്കുന്നത്. ഇനി കോർഡ് എന്ന് എന്തിനെയാണ് വിളിക്കുന്നത്? A straight line joining the ends of an arc is called the chord. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് കോഡ് കാണാം. ഒരു ആർക്കിൻ്റെ 2 എൻഡ് പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ കോഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു സർക്കിളിലെ ലാർജസ്റ്റ് കോഡ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ ഡയമീറ്റർ. ഒരു സർക്കിളിൽ നമുക്ക് വരയ്ക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ കോഡ് ഡയമീറ്റർ ആണ്. അടുത്ത ടേമാണ് സെഗ്മെൻറ്റ്. പാർട്ട് ഓഫ് ദ സർക്കിൾ ഓർ ഏരിയ ബൗണ്ടഡ് ബൈ ദ ആർക്ക് ആൻഡ് ദ കോഡ് ഇസ് എ സെഗ്മെൻറ്റ് ഓഫ് ദ സർക്കിൾ. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് ഈ ഒരു ബ്ലൂ കളർ ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് സെഗ്മെൻറ്റ്. അതായത് ഒരു സൈഡിൽ ആർക്കും ഉണ്ട്, മറ്റേ സൈഡിൽ ഒരു കോഡോടുള്ള സർക്കിളിൻ്റെ ഒരു പോർഷനെയാണ് നമ്മൾ സെഗ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. സെഗ്മെൻറ്റിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ടേമാണ് സെക്ടർ. സെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രീൻ കളറിൽ കവർ ചെയ്തിരിക്കുന്ന ആ ഏരിയയാണ്. അതായത് 2 സൈഡ്സിൽ റേഡിയസും
ഒരു സൈഡിൽ ആർക്കുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ സെക്ടർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ ബൗണ്ടഡ് ബൈ 2 റേഡിയൈ മീറ്റിംഗ് അറ്റ് ആൻ ആംഗിൾ ആൻഡ് ആൻ ആർക്ക്. ഇനി ക്വാഡ്രന്റ് എന്ന് പറയുന്നത് എന്തിനെയാണ്? പാർട്ട് ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയൈ മേക്കിംഗ് 90 ഡിഗ്രി വിത്ത് ഈച്ച് അതർ ഇസ് എ ക്വാഡ്രന്റ്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ടർ തന്നെ നമുക്ക് രണ്ട് സൈഡ്സിലും റേഡിയൈ ഉണ്ട്, മറ്റൊരു സൈഡിൽ ആർക്കും ഉണ്ട്. പക്ഷെ നടുക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ, അതായത് ഒരു സർക്കിളിൻ്റെ 1/4 എന്ന് നമുക്ക് പറയാം, ആ ഒരു പോർഷനെയാണ് നമ്മൾ ക്വാഡ്രന്റ് എന്ന് വിളിക്കുന്നത്. ഇനി ടാൻജന്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സർക്കിൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ, ഒരു ലൈനെയാണ് നമ്മൾ ടാൻജന്റ് എന്ന് വിളിക്കുന്നത്. എ സ്ട്രെയിറ്റ് ലൈൻ ജസ്റ്റ് ടച്ചിങ് ദ സർക്കിൾ അറ്റ് എ പോയിന്റ്, അതാണ് ടാൻജന്റ്. ഇപ്പോൾ സർക്കിളിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ കവർ ചെയ്ത് ഇനി നമുക്ക് ക്വാഡ്രിലാറ്ററൽസിലേക്ക് കടക്കാം. ക്വാഡ്രിലാറ്ററൽസ് എന്താണ്? A plane figure bounded by 4 sides and 4 angles. ഇനി പല ടൈപ്പ് ക്വാഡ്രിലാറ്ററൽസ് ഉണ്ട്, സ്ക്വയേഴ്സ് ഉണ്ട്, റെക്റ്റാങ്കിൾസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് താഴോട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി ക്വാഡ്രിലാറ്ററലിന് കോമൺ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ സം ഓഫ് ദ 4 angles in a quadrilateral is of interior angles is equal to 360 ഡിഗ്രി. അതായത് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 ഇൻറ്റീരിയർ ആംഗിൾസ് കാണും, കോർണർ ആംഗിൾസ്. ഈ 4 ഇൻറ്റീരിയർ ആംഗിൾസിനെ സം എടുക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 360 ഡിഗ്രീസ്. ഇനി ആദ്യത്തെ ക്വാഡ്രിലാറ്ററൽ ടൈപ്പായ സ്ക്വയറിലേക്ക് നമുക്ക് കിടക്കാം. സ്ക്വയർ നമുക്കറിയാം 4 ഈക്വൽ സൈഡ്സ് ഉള്ള ഒരു ക്വാഡ്രിലാറ്ററലാണ് സ്ക്വയർ. ആൻഡ് ഇറ്റ്സ് 4 ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾസ്. ദ 2 ഡയഗണൽസ് ആർ ഈക്വൽ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇപ്പോൾ സ്ക്വയറിൻ്റെ 2 ഡയഗണൽസ് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ അത് ഈക്വലും ആയിരിക്കും, ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇനി ഒരു സ്ക്വയർ വരയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ഡേറ്റ വേണം? ഒന്നെങ്കിൽ ലെങ്ത് ഓഫ് ദ സൈഡ് ഓർ ലെങ്ത് ഓഫ് ദ ഡയഗണൽ. ഇതിൽ ഏതെങ്കിലും ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ക്വയർ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത ക്വാഡ്രിലാറ്ററൽ ടൈപ്പായ റെക്റ്റാങ്കിളിലേക്ക് കിടക്കാം. അപ്പോൾ റെക്റ്റാങ്കിളിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ഇൻറ്റീരിയർ ആംഗിൾസ് 90 ഡിഗ്രിയും ആയിരിക്കും. ഇൻ റെക്റ്റാങ്കിൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ ആൻഡ് ഓൾ 4 ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾസ്. ഇനി ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഡേറ്റ എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ 2 അഡ്ജസൻറ്റ് സൈഡ്സ്, അതായത് ഒരു ലെങ്ത്ത് ഒരു വിഡ്ത്ത് വേണം, അല്ലെങ്കിൽ ഡയഗണൽ ആൻഡ് 1 സൈഡ്. ഇത്രയും ഡേറ്റ ഉണ്ടെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇനി റോംബസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. റോംബസ് ഓൾ 4 സൈഡ്സ് ആർ ഈക്വൽ. ഒരു റോംബസിൻ്റെ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും, ഡയഗണൽസ് തമ്മിൽ പെർപെൻഡിക്കുലറും ആയിരിക്കും. ഡയഗണൽസ് ആർ നോട്ട് ഈക്വൽ ബട്ട് ബൈസെക്റ്റിംഗ് അറ്റ് റൈറ്റ് ആംഗിൾസ്. ഈ ഡയഗണൽസ് വരയ്ക്കുമ്പോൾ അത് ഈക്വൽ ആയിരിക്കത്തില്ല, പക്ഷേ അത് ബൈസെക്റ്റ് ചെയ്യും. അതായത് ഹാഫ് അതിനെ ഒരു ഡയഗണൽ മറ്റേ ഡയഗണലിൽ അതിൻ്റെ ഹാഫ് ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. റൈറ്റ് ആംഗിൾസിൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ ഡയഗണൽസ് തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. ഇനി ഒരു റോംബസ് വരയ്ക്കാൻ നമുക്ക് വേണ്ട ഡേറ്റ 2 ഡയഗണൽസ്, അല്ലെങ്കിൽ 1 ഡയഗണൽ ആൻഡ് ആൻ ഓപ്പോസിറ്റ് ആംഗിൾ, അല്ലെങ്കിൽ 1 സൈഡ് ആൻഡ് ഇറ്റ്സ് അഡ്ജസൻറ്റ് ആംഗിൾ. ഇത്രയും ഡേറ്റയാണ് ഒരു റോംബസ് വരയ്ക്കാൻ വേണ്ടി വരുന്നത്. ഇനി റോംബോയിഡ് അല്ലെങ്കിൽ പാരലോഗ്രാമത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ പാരലോഗ്രാം എന്നാണ് വിളിക്കുന്നത്. പാരലോഗ്രാമിൻ്റെ മറ്റൊരു പേരാണ് റോംബോയിഡ്. പാരലോഗ്രാം നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ആയിരിക്കും, ഈക്വലും ആയിരിക്കും. ഇൻ എ പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി ഡയഗണൽസ് ആർ നോട്ട് ഈക്വൽ ബട്ട് ബൈസെക്റ്റ് ഈച്ച് അതർ. റോംബസിൻ്റെ കേസിൽ പറഞ്ഞ കൂട്ട് ഡയഗണൽസ് ഈക്വൽ ആയിരിക്കത്തില്ല, പക്ഷേ അത് ബൈസെക്റ്റ് ചെയ്യും. ഇനി ബൈസെക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഹാഫ് ലെങ്ത് വെച്ചായിരിക്കും അത് ഡിവൈഡ് ചെയ്യുന്നതെന്ന്. ടു കൺസ്ട്രക്ട് എ പാരലോഗ്രാം വി നീഡ് 2 അഡ്ജസൻറ്റ് സൈഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം, ഓർ 1 സൈഡ് ഡയഗണൽ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം, ഓർ 2 അഡ്ജസൻറ്റ് സൈഡ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ് സൈഡ്സ്. അപ്പോൾ ഈ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഡേറ്റ വേണം എന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഓരോ ഷേപ്പിൻ്റെയും അതിന് എത്ര സൈഡ്സ്, അതിൻ്റെ ആംഗിൾസ്, ഡയഗണൽസ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. പിന്നെ നമുക്ക് ക്വാഡ്രിലാറ്ററൽസിൻ്റെ മറ്റ് ഒരു ടൈപ്പായ ട്രപ്പിസോയിഡിലേക്ക് കിടക്കാം. അപ്പോൾ ട്രപ്പിസോയിഡ് നമുക്കറിയാം 2 പാരലൽ ആയിട്ടുള്ള സൈഡ്സും ഉണ്ടായിരിക്കും. ഇൻ എ ക്വാഡ്രിലാറ്ററൽ ഓൾ 4 sides are different and only has 2 sides that are parallel. All the 4 angles are also different. ഇനി ഡയഗണൽസ് ഡു നോട്ട് ബൈസെക്റ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ്. ഇതാണ് ട്രപ്പിസോയിഡ്. ഇപ്പോൾ ട്രപ്പിസോയിഡിൽ പറയുമ്പോൾ ഓർത്താൽ മതി 2 സൈഡ്സ് മാത്രം പാരലൽ ആയിരിക്കും. ഇനി ട്രപ്പീസിയം എന്ന് പറഞ്ഞ മറ്റൊരു ടൈപ്പ് ക്വാഡ്രിലാറ്ററലാണ്. ട്രപ്പീസിയത്തിൻ്റെ കേസിൽ ഇറ്റ് ഹാസ് 4 sides, all sides are different and all 4 angles also differ. 4 സൈഡുള്ള ഒരു ഫിഗർ എന്നേ ഉള്ളൂ, പക്ഷേ ഈ 4 സൈഡ്സും ആംഗിൾസും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഒരു ട്രപ്പീസിയം.
ഓക്കെ, ഇനി നമുക്ക് പോളിഗൺ. ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് പോളിഗൺ. പോളിഗണിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ പോളിഗൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്ലെയിൻ ഫിഗർ വിച്ച് ഇസ് ബൗണ്ടഡ് ബൈ മെനി സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പോൾ 4 കൂടുതൽ ലൈൻസോട് കൂടി ലൈൻസ് യൂസ് ചെയ്ത് നമുക്ക് 4 കൂടുതൽ സൈഡ്സ് ഉള്ള ഒരു പ്ലെയിൻ ഫിഗറിനെ നമുക്ക് പോളിഗൺ എന്ന് വിളിക്കാം. ഇനി പോളിഗൺ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തേത് റെഗുലർ പോളിഗൺ. ഇപ്പോൾ റെഗുലർ പോളിഗൺ ആണെങ്കിൽ എല്ലാ സൈഡ്സും ഓൾ ദ സൈഡ്സ് ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾസ് ആർ ഈക്വൽ. ഈ ഫിഗറിൽ നമുക്കൊരു റെഗുലർ പോളിഗൺ കാണാം. ഇനി ഈ റെഗുലർ പോളിഗണിൻ്റെ കോർണേഴ്സിൽ കൂടെ പാസ് ചെയ്തൊരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ അതിനെ നമ്മൾ സർക്കംസ്ക്രൈബ്ഡ് സർക്കിൾ എന്നാണ് വിളിക്കുന്നത്. All corners of a regular polygon lie on the circle called circumscribed circle. ഇനി the sides of a regular polygon will be tangential to the circle drawn inside. ഈ പോളിഗണിനുള്ളിലായിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു such that ഈ അകത്ത് വരയ്ക്കുന്ന സർക്കിളിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ഈ പോളിഗണിൻ്റെ ഓരോ സൈഡ്സും വരുന്നത്. അപ്പോൾ ഇങ്ങനെ അകത്ത് വരയ്ക്കുന്ന സർക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ. ഈ സർക്കംസ്ക്രൈബ്ഡ് സർക്കിൾ പോളിഗണിൻ്റെ പുറത്തും വരുന്നു, ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ പോളിഗണിനുള്ളിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ കൺഫ്യൂസ് ആകില്ല. ഇനി സർക്കം സെൻറ്റർ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ഇറ്റ് ഈസ് എ സെൻറ്റർ ഓഫ് ദ സർക്കംസ്ക്രൈബിങ് സർക്കിൾ. ഇപ്പോൾ നേരത്തെ നമ്മൾ പോളിഗണ് പുറത്ത് വരച്ച, അതായത് പോളിഗണിൻ്റെ കോർണേഴ്സ് കിടക്കുന്ന ആ സർക്കിൾ നമ്മൾ പുറത്ത് വരച്ചിരുന്നു, അതിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ സർക്കം സെൻറ്റർ എന്ന് വിളിക്കുന്നത്. സൈഡ്സ് ഓഫ് ദ ഹെക്സഗൺ ആർ ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കംസ്ക്രൈബിങ് സർക്കിൾ. ഈ പോളിഗണായിട്ട് നമ്മളൊരു ഹെക്സഗൺ ആണ് ഉള്ളിൽ വരയ്ക്കുന്നതെങ്കിൽ ഈ ഹെക്സഗണിൻ്റെ സൈഡിൻ്റെ ലെങ്ത് വിൽ ബി ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കംസ്ക്രൈബിങ് സർക്കിൾ. ഇനി അടുത്തത് ഇൻസെൻറ്റർ. ഇൻ സെൻറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് ദ സെൻറ്റർ ഓഫ് ദ ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ. അപ്പോൾ നമ്മൾ സർക്കം സെൻറ്റർ പറഞ്ഞു, സർക്കംസ്ക്രൈബിങ് സർക്കിളിൻ്റെ സെൻറ്ററാന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ നേരത്തെ ഉള്ളിൽ വരച്ച സർക്കിളിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ ഇൻ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ആംഗിൾ ബൈസെക്ടേഴ്സ് ഓഫ് എ പോളിഗൺ. ഇപ്പോൾ ഈ പോളിഗണിൻ്റെ കോർണേഴ്സിൽ ഫോം ചെയ്യുന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കുറേ ലൈൻസ് വരയ്ക്കുവാണെങ്കിൽ ഈ ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മുടെ ഇൻ സെൻറ്റർ തന്നെയാണ്. ഇൻ കേസ് ഓഫ് റെഗുലർ പോളിഗൺ, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓൾസോ മീറ്റ് അറ്റ് ദ ഇൻ സെൻറ്റർ. ഒരു റെഗുലർ പോളിഗൻ്റെ കേസിൽ ഈ പോളിഗൻ്റെ സൈഡ്സിനെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യുവാണെങ്കിൽ ഈ ലൈൻസും വന്ന് മീറ്റ് ചെയ്യുന്നത് ഇൻ സെൻറ്ററിലായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിഗണിൻ്റെ ചില എക്സാംസ് നമുക്ക് നോക്കാം. അതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് മാറുന്നതനുസരിച്ച് ഈ പോളിഗണിൻ്റെ പേരുകളിലും വ്യത്യാസമുണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 5 സൈഡുള്ള ഒരു പോളിഗണെ നമ്മൾ വിളിക്കുന്നത് പെൻറ്റഗൺ എന്നാണ്. 6 സൈഡുള്ള പോളിഗണെ ഹെക്സഗൺ എന്ന് വിളിക്കും. 7 സൈഡുള്ള പോളിഗണെ ഹെപ്റ്റഗൺ എന്ന് വിളിക്കും. 8 സൈഡുള്ള പോളിഗണെ ഒക്ടഗൺ എന്നാണ് വിളിക്കുന്നത്. നോണഗൺ എന്ന് വിളിക്കുന്നത് 9 സൈഡ്സ് ഉള്ള പോളിഗൺ ആണ്. 10 സൈഡ്സ് ഉള്ള പോളിഗണെ ഡെക്കഗൺ എന്ന് വിളിക്കും. ഇനി ഡോഡെക്കഗൺ എന്ന് വിളിക്കുന്നത് 12 സൈഡ്സ് ഉള്ള പോളിഗണയാണ്. അതിൽ ഈ ഡോഡെക്കഗൺ, അതായത് 12 സൈഡ്സ് ഉള്ള പോളിഗൺ പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 12 സൈഡ്സ് ഉള്ള പോളിഗൺ ഓർത്തോളുക, ഇറ്റ് ഇസ് കോൾഡ് ഡോഡെക്കഗൺ. ഇനി നമുക്ക് പ്രോബ്ലം ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ, അത് പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പോളിഗണിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ ആംഗിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സം എത്ര ആയിരിക്കും എന്നുള്ളത്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2n - 4 × 90 ഡിഗ്രി. ഇപ്പോൾ n എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ ആണ്. ഇപ്പം 6 സൈഡഡ് പോളിഗൺ ആണെങ്കിൽ എന്നിൻ്റെ പ്ലേസിൽ 6 ഇടുക. അപ്പോൾ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ചോദിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2n - 4 × 90 ഡിഗ്രീസ്. ഇനി സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ചോദിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു 360 ഡിഗ്രി. അതായത് പോളിഗണിൻ്റെ ഈ പുറത്തുമേ ഫോം ചെയ്യുന്ന ഈ എക്സ്റ്റീരിയർ ആംഗിൾസ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യുവാണെങ്കിൽ അതെപ്പോഴും 360 ഡിഗ്രിക്ക് ഈക്വൽ ആയിരിക്കും. സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾ ആൻഡ് ദ കറസ്പോണ്ടിങ് എക്സ്റ്റേണൽ ആംഗിൾ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അത് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഏതെങ്കിലും ഒരു ഇൻറ്റീരിയർ ആംഗിളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ആംഗിളിൻ്റെ സം എടുക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ലൈ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്പർ ഓഫ് ഡയഗണൽസ് കണ്ടുപിടിക്കാൻ ചോദിക്കുവാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 6 സൈഡഡ് പെൻറ്റഗണിന് എത്ര ഡയഗണൽസ് ഉണ്ട് എന്ന് ചോദിക്കുവാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n × n - 3 / 2. അപ്പോൾ 6 സൈഡഡ് പോളിഗൺ ആണെങ്കിൽ 6 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. സോളിഡ് ഷേപ്സ് ഓർ പോളിഹെഡ്രൻസ്. ഇപ്പോൾ സോളിഡ് ഷേപ്പുള്ള നമ്മുടെ പോളിഹെഡ്രൻസിൻ്റെ പല പേരുകൾ, അതിന് എത്ര സൈഡ്സ് ഉണ്ട് എന്നതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ടെട്രാഹീഡ്രൻ എന്ന് പറയുന്നത് 4 ഫേസസ് ഉള്ള ഒരു സോളിഡ് ഷേപ്പാണ്.
ഈ 4 ഫേസിൽ ഓരോ ഫേസിലും വരുന്നത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. അതായത് 3 സൈഡഡ് ആയിട്ടുള്ള ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് 3 സൈഡിലും താഴത്തെ പ്ലെയിനിലൂടെ വരും. അങ്ങനെ 4 സൈഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഒരു ഷേപ്പാണ് നമ്മുടെ ടെട്രാഹീഡ്രൽ. അടുത്തത് ക്യൂബ് നമുക്കറിയാം, അതിന് 6 ഫേസസ് ഉണ്ട്. ഓരോ ഫേസിലും ഒരു സ്ക്വയർ ആണ് വരുന്നത്. അടുത്തത് ഒക്ടാഹീഡ്രൽ എന്ന് പറയുന്നത് 8 ഫേസസ് ഉള്ള ഒരു ഷേപ്പാണ്, ഒരു സോളിഡ് സ്ട്രക്ചറാണ്. ഇപ്പോൾ 8 ഫേസിൽ ഓരോ ഫേസിലും ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ് വരുന്നത്. ഇനി അടുത്തത് ഡോഡെക്കാഹീഡ്രലിന് 12 ഫേസസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഓരോ ഫേസിലും റെഗുലർ പെൻറ്റഗൺ ആണ് വരുന്നത്. അതായത് 5 സൈഡുള്ള ഒരു പെൻറ്റഗൺ ആണ് ഓരോ ഫേസിലും വരുന്നത്. അങ്ങനെ ഈ 5 സൈഡുള്ള പെൻറ്റഗണിൻ്റെ 12 ഫേസസ് ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് ഡോഡെക്കാഹീഡ്രൽ കിട്ടുന്നത്. ഇനി ഇക്കോസാഹീഡ്രൽ കിട്ടുന്നത് നമുക്ക് 20 ഫേസസ് ഉള്ള ഒരു സോളിഡ് സ്ട്രക്ചറാണ്. അതായത് ഓരോ സൈഡും ഓരോ ഫേസും ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും, പക്ഷേ 20 ഫേസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പോളിഗൺ, അതേപോലെ ക്വാഡ്രിലാറ്ററൽസ്, അതേപോലെ ആംഗിൾസ് എന്നീ ടോപ്പിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഇതൊക്കെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത് പോളിഗണിൻ്റെ നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇൻറ്റീരിയർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ, അതേപോലെ നമ്പർ ഓഫ് ഡയഗണൽസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ്, അതേപോലെ നമ്പർ ഓഫ് ഫേസസ് കൂടുന്നതനുസരിച്ചുള്ള സോളിഡ് സ്ട്രക്ചറിൻ്റെ പേരും, അതേപോലെ നമ്പർ ഓഫ് സൈഡ്സ് കൂടുന്നതനുസരിച്ചുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിഗൺസ് അതിൻ്റെ പേരുകൾ. ഇതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.